ഫ്രണ്ട്സ്, ചെമ്മനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ. രേവതിയുടെ സ്വർണ്ണം എടുത്ത് കട്ട് വിറ്റിട്ട് അതിനു പകരം മുക്കുവണ്ട വാങ്ങി വച്ചിരിക്കാണല്ലോ ചന്ദ്രയും അതുപോലെ സുധിയും കൂടി. ഇനിയിപ്പം അതൊക്കെ മനസ്സിലായിട്ട് സച്ചിയും രേവതി ഇരിക്കുകയാണ്. ഇനിയിപ്പം അച്ചമ്മയുടെ പിറന്നാൾ ആഘോഷം എല്ലാം കഴിഞ്ഞിട്ട് വേണം അതൊക്കെ എന്ന് തുറന്ന് ചോദിക്കാനെന്ന് വിചാരിച്ചിട്ടിരിക്കുക സച്ചി രേവതി. അങ്ങനെ സച്ചി എല്ലാവരോടുമായിട്ട് തുറന്ന് പറയുന്നുണ്ട് കേട്ടോ, ഇത് സ്വർണ്ണമല്ല, ഇത് മുക്കുവണ്ടാണെന്ന്. അതിനുശേഷം സത്യാവസ്ഥ അറിയാനായിട്ട് സുധി തന്നെയാണോ മോഷ്ടിച്ചതെന്ന് അറിയാൻ വേണ്ടിയിരിക്കുക. അങ്ങനെ മനസ്സിലാക്കാണ് സുധിയാണ് മോഷ്ടിച്ചതെന്നുള്ള വിവരവും തെളിവ് സഹിതം സച്ചി കൊണ്ട് കാണിക്കുകയാണ് എല്ലാവരെയും. അപ്പോൾ എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവുക. അങ്ങനെ നമ്മുടെ ചന്ദ്രയെ ഇതിന് കൂട്ടുനിന്നെന്നറിയുമ്പോൾ രവി ചന്ദ്രയെ നന്നായിട്ട് പഞ്ഞിക്കിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ചന്ദ്രയ്ക്ക് സഹിക്കാൻ വയ്യാതെ ആ ദേഷ്യം മുഴുവൻ രേവതിയുടെ നേരെ തീർക്കുകയാണ്. സ്വർണ്ണാഭരണം എല്ലാം ചന്ദ്രയുടെ വലിച്ചെറിയാണ് രേവതിയുടെ നേരെ. ഒരു പട്ടിയെപ്പോലെ രേവതിയോട് പെരുമാറുകയാണ്. അപ്പോൾ നമ്മുടെ രവി അതിനെ തടയിടുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ പിറന്നാളാഘോഷം എല്ലാം കഴിഞ്ഞ് അച്ഛമ്മ ഒരു നല്ല ഗിഫ്റ്റ് തന്നെ കൊടുത്തിരിക്കുകയാണ് സച്ചിക്കും രേവതിക്കും. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ദേ ഇത് കണ്ടോ അച്ഛമ്മ, പാരമ്പര്യമായിട്ടുള്ള ഈ സ്വർണ്ണ നാണയം ഒക്കെ നമുക്ക് തന്നിരിക്കുന്ന കണ്ടോ. ഇത്രയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമ്മൾ രണ്ടുപേരും കൊടുത്ത സമ്മാനം അച്ഛമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറയാം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, പണമൊന്നും മുടക്കി വാങ്ങിക്കൊടുത്തില്ലേനും അച്ചമ്മയുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ ആ സുഹൃത്തുക്കളെ കൊണ്ടുവന്ന് ഞാൻ കാണിച്ചത്. അവരെ കണ്ടപ്പോൾ അച്ചമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അതിൽ വലിയൊരു സന്തോഷമില്ലെന്നാണ് വിചാരിച്ചത്. പിന്നെ രേവതി, നീ കൊടുത്ത സമ്മാനവും ചെറുതൊന്നുമല്ല. അച്ചമ്മയുടെ ലൈഫിലെ ഒരു എക്സ്പീരിയൻസ് മുഴുവൻ പറഞ്ഞ് അതൊരു വീഡിയോയിലാക്കി. എത്ര നല്ല വീഡിയോയാ അത്. അത് സൂക്ഷിച്ച് വെച്ചിരിക്കല്ലേ. അച്ഛൻ പറഞ്ഞ ദിവസവും അത് ഈ വീട്ടിലിരുന്നാന്ന്. അങ്ങനെ ഒരു സമ്മാനം കൊടുത്തത് അച്ചമ്മയ്ക്ക് അതൊക്കെ വിലമതിക്കാനാവാത്താന്നാ പറഞ്ഞത്. അതല്ലേ നമുക്ക് രണ്ടുപേർക്കും ഈ ഗിഫ്റ്റിങ് തന്നതെന്ന് പറയാം. അപ്പോൾ രേവതി പറയാം, എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയുമ്പോൾ സച്ചി പറയാം, ദേ ആ ശ്രുതിയൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പണം മുടക്കി ഓരോന്നൊക്കെ വാങ്ങിക്കൊടുത്തിട്ടും അച്ചമ്മയ്ക്ക് അവരോടൊന്നും താല്പര്യമില്ല. അതിൻ്റെ കുശുമ്പ ശ്രുതിക്കും ഒക്കെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ആ ശരിയാ, സാരില്ല, അതൊക്കെ മാറിക്കോളും, അമ്മയ്ക്കും കൊണ്ട് ചെറിയ കുശുമ്പെന്ന് പറയാം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അമ്മയുടെ കുശുവിൻ്റെ ഒന്നും കാര്യം നീ പറയല്ലേ, ഞാനിനി ഈ സത്യം മുഴുവൻ വിളിച്ച് പറയാൻ പോവാ. അന്ന് രേവതി നീ എന്നോട് പറഞ്ഞില്ലേ അച്ചമ്മയുടെ പിറന്നാൾ കഴിയുന്നവരെ ഈ വിഷയം എടുത്തിടരുതെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുത്തിടാതിരുന്നത്. ഇനിയിപ്പോൾ പിറന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞു, എല്ലാവരും സന്തോഷമായിട്ട് പിരിഞ്ഞു. ഇനി നമ്മുടെ കാര്യം നമുക്ക് ബോധിപ്പിക്കേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അയ്യോ സച്ചിയേട്ടാ, ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടാവില്ലേ? വെറുതെ എന്തിനാ വീട്ടിൽ വഴക്കുണ്ടാവുന്നത്? നമ്മൾ കാരണം ഒരു പ്രശ്നം ഉണ്ടായിന്ന് പറയില്ലേ? അപ്പോൾ സച്ചി പറയാം, ആഹാ, അപ്പോൾ ഇനിയും നീ മിണ്ടണ്ടെന്നാണ് പറയേണ്ടത്. അച്ഛനും ഈ വീട്ടിലുള്ള മറ്റുള്ളവരും എല്ലാം അറിയണ്ടേ നിൻ്റെ സ്വർണ്ണമല്ലായിരുന്നു, മുക്കുപണ്ടമായിരുന്നെന്ന്. അപ്പോഴേക്കും രേവതി പറയാം, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല സച്ചിയേട്ടന്. സച്ചിയേട്ടന് ഇഷ്ടമുള്ളൂ എന്താ ദശ ചെയ്തു എന്ന് പറയാം. അങ്ങനെ സച്ചി രവിയുടെ അടുത്ത് ഇരുമ്പോൾ രവി ചോദിക്കുക, സച്ചി മോനെ, നീ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനം തന്നെ കൊടുത്തല്ലോ, നീ കൊള്ളാം, മിടുക്കനാണല്ലേ. എന്തായാലും അമ്മയുടെ കയ്യിൽ നിന്ന് ആ സമ്മാനം നിങ്ങൾ തന്നെ അടിച്ചു മാറ്റി. നിങ്ങൾ കൊടുത്ത സമ്മാനത്തോളം വില വരില്ല വേറെ ആരും കൊടുത്തത് എന്ന് പറയാണ്. അപ്പോൾ രവി ചോദിക്കുന്നത്, മോനെ അന്ന് നിങ്ങൾ ആ സ്വർണം കൊണ്ടുപോയിട്ട് രേവതിക്ക് മാല വാങ്ങണം എന്നൊക്കെ പറഞ്ഞല്ലേ പോയത്, എന്നിട്ട് വാങ്ങിയോ അതൊന്ന് ചോദിക്കുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എൻ്റെ പൊന്നച്ച, ആ സ്വർണം കൊണ്ട് പോയിട്ട് ഞങ്ങളൊന്നും വാങ്ങിയില്ല. രേവതിക്ക് മാലയും വാങ്ങിയില്ല, ഒന്നും വാങ്ങിയില്ല. അച്ചമ്മയ്ക്കൊരു സ്വർണ്ണമാല വാങ്ങി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാ ഞങ്ങൾ അന്ന് ആ സ്വർണം വാങ്ങിയതെന്ന് പറയാം. ആഹാ, അത് കൊള്ളാലോ, അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ രേവതിയുടെ സ്വർണം വാങ്ങിയത്? എന്നിട്ട് അമ്മയ്ക്ക് നിങ്ങൾ സ്വർണ്ണമാലയൊന്നും കൊടുത്തില്ലല്ലോ, അതെന്താ കൊടുക്കാഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അപ്പം ഉടനെ തന്നെ സച്ചി പറയാം, അതിനെ ആ സ്വർണം ഞാൻ വിറ്റിട്ടില്ല, അത് ദേ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ടെന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുക നമ്മുടെ ചന്ദ്രയ്ക്ക് ആകെ ഉള്ളിലൊരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പറയാണ് രവി, അതെന്താ അത് വിൽക്കാഞ്ഞത്? അത് വിറ്റിട്ട് അമ്മയ്ക്ക് മാല വാങ്ങുമോ, രേവതിക്ക് മാല വാങ്ങുമോ, വണ്ടി വാങ്ങുമോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ കൊണ്ടുപോയത്? പിന്നെ എന്താ വിൽക്കാതിരുന്നത്? ദേണ്ട ഇരിക്കുന്നു ഞങ്ങൾ കൊണ്ടുപോയ സ്വർണം, ദേ അതുപോലുണ്ട് എന്നും പറഞ്ഞ് സച്ചി ആ മുക്കുപണ്ടം മുഴുവൻ അവിടെ വയ്ക്കുകയാണ്. അപ്പോൾ രവി ചോദിക്കുക, അതെന്താ പിന്നെ ഇത് നിങ്ങൾ എടുക്കാതിരുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ, ഇതും കൊണ്ട് ഞങ്ങൾ ജുവലറി ചെന്നിട്ട് ഒരു മാല അച്ചമ്മയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഈ സ്വർണം വിൽക്കാൻ അങ്ങ് കൊടുത്തപ്പോൾ ഉണ്ടല്ലോ, അവർ ഞങ്ങളെ അവിടെ നാട്ടി ഓടിച്ചു, പോലീസിനെ പിടിച്ച് ഏൽപ്പിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയാം. അപ്പോൾ രവി ചോദിക്കുക, അതെന്താ?
അല്ല അച്ഛൻ എല്ലാവരെയും വിളിക്കേ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വേണം ഈ കാര്യം പറയാമെന്ന് പറയാം. അപ്പം രവി ചോദിക്കുന്നുണ്ട്, എന്താ സച്ചി, എന്താ ഉണ്ടായത്? അപ്പം സച്ചി പറയാം എല്ലാവരുടെയും മുമ്പിൽ വെച്ച്, അതെ ഇത് സ്വർണ്ണമല്ല, കടക്കാർ പറഞ്ഞു ഇത് മുക്കുപണ്ടമാണെന്ന്. ഇത് വിൽക്കാൻ ചെന്ന് ഞങ്ങളെ അവർ നാണം കെടുത്തി വിറ്റു. അവർ നല്ല മനുഷ്യരായതുകൊണ്ടാണ് ഞങ്ങളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാതിരുന്നത്. അതും കൂടെ നേരെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഇരിക്കുന്നു. ഇനി ഇത് അതുപോലെ എടുത്ത് അമ്മയുടെ അലമാരിൽ അങ്ങ് വച്ചാൽ മതി. അപ്പോൾ രവി ചോദിക്കുക, അതെങ്ങനെയാണ് അലമാരയിലിരുന്ന് സ്വർണ്ണം മുക്കുപണ്ടമാകുന്നത്? ഇതാരാ മുക്കുപണ്ടമാക്കിയത്? അപ്പോഴേക്കും സച്ചി പറയാ, അത് അമ്മയോ ഈ പെരുങ്കളനോ അറിയാതെ നടക്കില്ല ഇവിടെ. ഇവനായിരിക്കും, ഇവൻ മോഷ്ടിച്ചെടുത്തിട്ട് മുക്കുപണ്ടം വാങ്ങി വച്ചതാവാനാ വഴി. അമ്മ എല്ലാത്തിനും കൂട്ടു നിന്നിട്ടുണ്ടാവും. അപ്പോഴേക്കും ചന്ദ്ര പറയാ, എന്താടാ പറയുന്നത്? നീ എന്നെ പറഞ്ഞുകൊണ്ട് വരുവാണോ? ഞാൻ എന്തിനു കൂട്ടു നിന്നാ? ഇത് നിന്റെ ഭാര്യയുടെ സ്വർണം അമ്മയും അതുപോലെ രവിയേട്ടനും കൊടുത്തത്. അത് ഈ അലമാരിയിൽ വച്ചിരുന്നതാ. അതെടുത്തങ്ങ് ഞാൻ തന്നേ ഉള്ളൂ. അത് മുക്കുപണ്ടം എങ്ങനെ ഞാൻ മന്ത്രജാലം കൊണ്ടാക്കിയോ? ഞാൻ ഇവളുടെ സ്വർണ്ണമൊന്നും എടുത്തിട്ടില്ല. അപ്പോഴേക്ക് സച്ചി പറയാം, അമ്മയെ എടുത്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇവനുണ്ടല്ലോ ഈ സുധി, ഇവനായിരിക്കും എടുത്തത്. ഇവൻ മോഷ്ടിച്ചോണ്ട് പോയി മാറ്റി മുക്കുപണ്ടം കൊണ്ട് വച്ച് കാണും. അമ്മയും അതിന് കൂട്ടു നിന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ സുധി പറയാം, ഞാൻ എടുത്തിട്ടൊന്നുമില്ല. എനിക്ക് രേവതിയുടെ സ്വർണ്ണം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ ബിസിനസ് നല്ല രീതിയിലാണ് പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയും ലാഭം കിട്ടിയ 5 ലക്ഷം രൂപ ഞാനിവിടെ കൊണ്ടു തന്നില്ലേ? അത് എനിക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയ ലാഭമാണ്. പിന്നെ എനിക്ക് സ്വർണം വേണമെങ്കിൽ എന്തിനാ രേവതിയുടെ എടുക്കുന്നത്? ഞാൻ ശ്രുതിയോട് ചോദിച്ചാൽ പോലെ, അവൾ എനിക്ക് തരില്ലേ? അപ്പോൾ സച്ചി പറയാം, തരും. എന്തായാലും പിന്നെ രേവതിയുടെ സ്വർണം എങ്ങനെ മുക്കുപണ്ടമായെന്ന് നിങ്ങൾ രണ്ടുപേരും പറയണം. അപ്പം ശ്രുതി പറയാം, അതെന്തിനാ ശ്രുതി പറയുന്നത്? അമ്മയല്ലേ സ്വർണം വാങ്ങിച്ചു വെച്ചത്. പിന്നെ ശ്രുതി എന്തിനാ അതിന് മറുപടി പറയേണ്ട കാര്യം? ശ്രുതിക്ക് രേവതിയുടെ സ്വർണ്ണം എടുക്കേണ്ട ആവശ്യമില്ല. അവനെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ എന്നോട് ചോദിക്കും. പിന്നെ വെറുതെ എല്ലാ കുറ്റവും ശ്രുതിയുടെ തലയിൽ ചാർത്താൻ നോക്കല്ലേ സച്ചി? അപ്പം സച്ചി പറയാം, ശരി, അങ്ങനെ ആയിക്കോട്ടെ. ഇവനാണെന്നുള്ളതിന് തെളിവൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല. തെളിവ് കൊണ്ട് നിരത്തുമ്പം മനസ്സിലാക്കിക്കോണമെന്ന് പറയാം. അപ്പം ചന്ദ്രയെ പറയുന്നുണ്ട്, ഞാനൊന്നും എടുത്തിട്ടില്ല. അപ്പം രേവതി പറയാം, അമ്മയുടെ അലമാരിയിലല്ലേ ഇരുന്നത്, അത് പിന്നെ എങ്ങനെയാണ് മുക്കുപണ്ടമായത്? ഞങ്ങളാരും എടുത്ത് മുക്കുപണ്ടമാക്കിയില്ലല്ലോ എന്ന് പറയാം. അപ്പം രവിയും ചോദിക്കുന്നുണ്ട്, അതെ ചന്ദ്രേ, എങ്ങനെയാണ് അത് മുക്കുപണ്ടമാക്കിയതെന്ന് ചോദിക്കുക. അപ്പം ചന്ദ്ര പറയാം, പിന്നെ ഞാൻ ഇവളുടെ സ്വർണ്ണം മുക്കുപണ്ടാക്കാൻ പോവല്ലേ. ഇവളുടെ ആങ്ങളയുണ്ടല്ലോ ആ ശരത്ത്, അവനായിരിക്കും ഇത് മോഷ്ടിച്ചോണ്ട് പോയത്, അല്ല സുധിയൊന്നും അല്ല. ചിലപ്പോഴേ പെങ്ങളുടെ സ്വർണ്ണം ആങ്ങളെ വന്ന് മോഷ്ടിച്ചെടുത്തിട്ട് പോയി മുക്കുപണ്ടം വാങ്ങി വെച്ചതായിരിക്കും. അങ്ങനെയുള്ള പണിയൊക്കെ അല്ലേ അവൻ്റെ കയ്യിലിരിക്കുന്നത്. അവനല്ലേ നേരത്തെ 1 ലക്ഷം രൂപ ഇവിടുന്ന് കട്ടെടുത്തോണ്ട് പോയത്. അങ്ങനെയുള്ള അവൻ ഇതും ചെയ്യും, ഇതിൻ്റെ അപ്പുറവും ചെയ്യും. അപ്പോൾ രേവതി പറയാം, വേണ്ട അമ്മ, വെറുതെ ശരത്തിനെ ഇത് വലിച്ചിടല്ലേ. എൻ്റെ വീട്ടുകാരെ ഇത് വലിച്ചിടരുതേ. അവരിതിനൊന്നും വന്നിട്ടില്ല. വെറുതെ അവരെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. ആരാ എടുത്തേന്നുള്ളത് സത്യം പറയാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും പറയുക. ചുമ്മാതെ ഇത് മുക്കുവണ്ടൊന്നും ആവില്ലല്ലോ. ഇനി പറ്റില്ലെങ്കിൽ എന്തെങ്കിലും തെളിവുള്ളപ്പം പറഞ്ഞോളും എന്ന് പറയാണ് രേവതി. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോവാണ്. അപ്പോഴും നമ്മുടെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി, നീ എങ്ങാനും മോഷ്ടിച്ചോ? നീ എന്നെ പറ്റിക്കുന്നുണ്ടെങ്കിലാണോ? നീ എന്നോട് കള്ളത്തരാണോ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്തിനാ ശ്രുതി ഞാൻ നിന്നോട് കള്ളത്തരം പറയുന്നത്? ഞാൻ അങ്ങനെ ഒരു കള്ളത്തരവും നിന്നോട് പറഞ്ഞിട്ടേ ഇല്ല. എനിക്ക് ആ രേവതിയുടെ സ്വർണ്ണം മോഷ്ടിക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് വേണമെങ്കിൽ നിന്നോട് ചോദിച്ചാൽ പോരെ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുന്നുമുണ്ട് കേട്ടോ. അതേസമയം വർഷ ശ്രീകാന്തിനോട് പറയാണേ, അതെ, രേവതി ചേച്ചിയുടെ സ്വർണം എങ്ങനെയാണ് മുക്കുകൊണ്ടായി മാറിയത്? അതിൻ്റെ പിന്നിൽ ശ്രുതിയും അതുപോലെ തന്നെ അമ്മയൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻറ്റി എന്തെങ്കിലും കൈയില്ലാതെ ആൻറ്റി അറിയാതെ ഇത് സംഭവിക്കില്ല. അത് ചോദിച്ചപ്പോൾ ഉള്ള ആൻറ്റിയുടെ ദേഷ്യവും പരിഭ്രമവും ഒക്കെ കണ്ടില്ലേ? അതിൽ നിന്ന് തന്നെ നമുക്ക് സംശയിക്കാവുന്നതേ ഉള്ളൂ ആൻറ്റിക്ക് ഇതിൽ പങ്കുണ്ടെന്ന്. അതുപോലെ തന്നെ ആ ശ്രുതിയുടെ കള്ളത്തരം കണ്ടില്ലേ? ആ മുഖത്ത് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. ശ്രുതിക്കും ഇതിൽ പങ്കുണ്ടാവും. എന്തെങ്കിലും ആവശ്യം വന്നപ്പോഴേ ആൻറ്റി അതെടുത്ത് ശ്രുതിക്ക് കൊടുത്തിട്ടുണ്ടാവും. അതാ ഇവിടെ സംഭവിച്ചത്. പാവം രേവതി ചേച്ചി, എല്ലാവരും കൂടെ രേവതി ചേച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പം ഉടനെ ശ്രീകാന്തും പറയാ, ശരിയാ, ആരോ ഇത് എടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് തെളിവൊന്നും സച്ചിയേട്ടൻ്റെ കയ്യിലില്ലല്ലോ. എങ്ങനെയാ അത് കണ്ടുപിടിക്കുക? ഇനി ശ്രുതിയാണ് എടുത്തതെങ്കിൽ പോലും അത് കണ്ടുപിടിച്ചില്ലെങ്കിൽ അവൻ അത് സമ്മതിക്കുകയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ വർഷ പറയാം, നമുക്കൊന്ന് നോക്കാം. ശ്രുതിക്ക് നല്ല പരിഭ്രമം ഉണ്ടായിരുന്നു. ഞാനിതൊന്ന് സച്ചിയേട്ടനോടും രേവതി ചേച്ചിയോടും ചെന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് വർഷ ചെന്നിട്ട് പറയാണ് കേട്ടോ. അതെ, നിങ്ങൾ ശ്രദ്ധിച്ചോ, ശ്രുതിക്ക് അത് പറഞ്ഞപ്പോൾ നല്ല പരിഭ്രമം ഉണ്ടായിരുന്നു. ശ്രുതി തന്നെയാവും ഇത് എടുത്തിരിക്കുക. പിന്നെ അതുപോലെ ഓർക്കുന്നുണ്ടോ, കഴിഞ്ഞ ദിവസം 5 ലക്ഷം രൂപ ലാഭവിഹിതമാണെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടു തന്നത്?
ആ പണം എവിടുന്ന് കിട്ടിയതാ? ഇത്ര പെട്ടെന്ന് കമ്പനിയിൽ ഇത്രയധികം ലാഭം ഉണ്ടായോ? അത് എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ട് തരികയും ചെയ്തു. ചുമ്മാ ഒന്നും അങ്ങനെ തരത്തില്ല. പൊങ്ങച്ചം കാണിക്കാനാണെങ്കിൽ പോലും സ്വന്തം പണം എടുത്തിട്ട് ചെയ്യുന്ന ആളൊന്നും അല്ലല്ലോ സുധി. അപ്പം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നെന്ന് പറയാം. അപ്പം സച്ചി പറയാം, തീർച്ചയായിട്ടും അവൻ തന്നെയായിരിക്കും എടുക്കുന്നത്. ഈ വീട്ടിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവൻ മാത്രമേ ചെയ്യുള്ളൂ. അവനായിരിക്കും അത് എടുത്തത്. അതിൻ്റെ ലാഭം കിട്ടിയത് ആണെന്നും പറഞ്ഞ് ആ പണം തന്നെയായിരിക്കും ഇവിടെ കൊണ്ട് തന്നത് പൊങ്ങച്ചം കാണിക്കാനായിട്ട് എന്നൊക്കെ അവർ പറയാം. അപ്പം വർഷ പറയുന്നുണ്ടേ, അതെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പല കാര്യത്തിലും. അതുപോലെ സച്ചിനും രേവതി ചേച്ചിയും ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തെളിവ് കിട്ടും. തെളിവോട് സഹിതം പൊക്കിയാലല്ലേ എന്തെങ്കിലും പ്രയോജനമുള്ളൂ. ഇല്ലാതെ ആ പെരുങ്കള്ളൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ലെന്ന് പറയാം. അപ്പം സച്ചിൻ രേവതി പറയുന്നുണ്ട്, ശരിയാ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു തെളിവ് നമുക്ക് വീണ് കിട്ടും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് പറയാം, ശ്രുതി ഇതാരായിരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് ഈ സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ടുണ്ടാവുക എന്ന് പറയുമ്പോഴേക്ക് ശ്രുതി പറയാം, അത് പിന്നെ വേറെ ആരായിരിക്കും? ആ രേവതിയുടെ വീട്ടുകാർ തന്നെയായിരിക്കും. രേവതിയുടെ ആങ്ങളയുണ്ടല്ലോ ആ ശരത്ത്, അവനൊരു പെരുങ്കള്ളനാ. അവൻ വല്ലതും വന്ന് ആരുമില്ലാത്തപ്പോൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി മുക്കുപട്ടം കൊണ്ട് വെച്ചതായിരിക്കും എന്ന് പറയാം. ശ്രുതി പറയാ, ശരിയാ അങ്ങനെയായിരിക്കും. അല്ലാതെ ആരാ ഇപ്പം അത് ചെയ്യാനിരിക്കുന്നത്? ഇനി ആരായാലും നമുക്കതൊന്ന് കണ്ടുപിടിക്കണം. ആ മുക്കുപണ്ടം വാങ്ങിയ കടയിൽ വിളിച്ചു ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റിയല്ലേ അത് ആരാ വാങ്ങിയതെന്നൊക്കെ ഉള്ള കാര്യം. അപ്പോഴേക്കും പെട്ടെന്ന് പെട്ടുപോവുക ശ്രുതി പറയാ, എൻ്റെ ശ്രുതി അതിനൊന്നും പോകേണ്ട കാര്യമില്ല. അവനായിരിക്കും നീ, വേറെ ആരാ? ഇനി മുക്കുപണ്ടം മേടിച്ച കടയിൽ വിളിച്ചു ചോദിച്ചാലും അവർ സമ്മതിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ ശ്രുതി പറയാം, എന്നാൽ ഇതൊരൊന്നും അന്വേഷിക്കണ്ടേ? നമ്മുടെ കടയിലെ ഒരു സ്റ്റാഫിനെ അതിനായിട്ട് നിർത്തിയാലോ? അയാൾ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ടെ, ശരത്തിനെ കുറിച്ചിട്ടും ഈ മുക്കുപട്ടം വാങ്ങിയ കടയെക്കുറിച്ചിട്ടും ഒക്കെ. അപ്പോൾ അറിയാൻ പറ്റും. അതുകൊണ്ട് ഞാനൊരു സ്റ്റാഫിനെ അതിനായിട്ട് നിർത്തുക എന്ന് പറയാം. അപ്പോൾ ഉടനെ ശ്രുതി പറയാം, എൻ്റെ പൊന്നു ശ്രുതി അത് നിർത്തുകയൊന്നും വേണ്ട. നമ്മുടെ സ്റ്റാഫിന് നമ്മുടെ കടയിലെ ജോലി നോക്കാൻ തന്നെ നേരെയില്ല. പിന്നെയല്ലേ ആ രേവതിയുടെ സ്വർണം പോയ കേസ്. അപ്പോൾ ശ്രുതി പറയാം, ഇതെല്ലാം നമുക്ക് അപമാനമാവും. നമ്മളെടുത്തെന്ന് പറയും, നമ്മുടെ തലയിൽ പഴി വീഴും. അതുകൊണ്ട് സത്യം തെളിയിക്കണ്ടേ ശ്രുതി? ഓ എൻ്റെ പൊന്നു ശ്രുതി, നീ അതൊക്കെ വിട്, അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് അവിടെ തടി ഊരുവാണ് കേട്ടോ നമ്മുടെ ശ്രുതി. അതൊക്കെ കഴിയുമ്പോഴേക്കും സച്ചി പുറത്തേക്ക് പോവാണ്. മഹേഷ് വന്ന് വിളിക്കുകയാണ് സച്ചിയെ. എന്നിട്ട് മഹേഷ് പറയുന്നുണ്ട്, സച്ചി എൻ്റെ കയ്യിലൊരു 5000 രൂപയുള്ളൂ. വീട്ടിലെ ഫ്രിഡ്ജ് കേടായി, അത്യാവശ്യമായിട്ടൊരു ഫ്രിഡ്ജ് വാങ്ങണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഇപ്പോൾ ഈ 5000 രൂപ കൊണ്ട് എവിടുന്നേലും കിട്ടുമോ? ഓഫറൊക്കെ ഉള്ളിടത്ത് പോയാൽ. അപ്പോൾ സച്ചി പറയാം, 5000 രൂപയ്ക്ക് കിട്ടുമെന്നൊന്നും അറിയില്ല ഫ്രിഡ്ജ്. അത്രയും കുറഞ്ഞ ഫ്രിഡ്ജുണ്ടോ? ഒരു 10000 രൂപയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കിട്ടിയേനെന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ അവർ പോകുന്ന വഴിക്ക് ഇനി ഒരു കട കാണുകയാണ് കേട്ടോ. 50% ഓഫ്, ഫ്രിഡ്ജിന് 5000 രൂപ എന്നൊക്കെ. അപ്പോൾ അത് കാണുമ്പോൾ മഹേഷ് സച്ചിയോട് പറയാം, ദേ സച്ചി ദേ ഈ കടയിൽ കണ്ടോ, 5000 രൂപയ്ക്ക് ഫ്രിഡ്ജെന്ന് 50% ഓഫ് ഇട്ടാ എല്ലാ സാധനങ്ങളും കൊടുക്കുന്നത്. നല്ല ലാഭമുള്ള കടയാണ്, നമുക്കൊന്ന് കയറി നോക്കിയാലോ? നല്ല ഫ്രിഡ്ജാണെങ്കിൽ ഈ 5000 രൂപ കൊടുത്ത് കയ്യോടെ അതങ്ങ് വാങ്ങാമെന്ന് പറയാം. അപ്പോൾ സച്ചിൻ പറയുന്നുണ്ട്, ശരി നമുക്ക് കയറി കയ്യോടെ അതങ്ങ് വാങ്ങാമെന്ന് പറഞ്ഞ് ഇവർ കടയിൽ കയറി ഫ്രിഡ്ജൊക്കെ കാണുക. അപ്പോൾ 5000 രൂപയാണ് ഫ്രിഡ്ജിന്, നല്ല ലാഭം, എന്നാൽ വാങ്ങിയേക്കാം എന്നൊക്കെ വിചാരിക്കുകയാണ്. ആ സമയത്താണ് കേട്ടോ ആ പോലീസ് അവിടെ വന്നിട്ട് കടയുടെ ഷട്ടർ ഇട്ടിട്ട് അകത്ത് കയറിയിട്ട് ഈ കടയുടെ ഉടമസ്ഥരെ വിളിച്ചിട്ട് പറയാണ്, നീയൊക്കെ പെരും കള്ളന്മാരാണല്ലേ, കട്ട മുതൽ കൊണ്ടുവച്ച് വിൽക്കുകയാണല്ലേ 50% ഓഫറിൽ. കൊള്ളാം, നീ 5000 രൂപയ്ക്ക് വാഷിംഗ് മെഷീൻ, 5000 രൂപയ്ക്ക് ഫ്രിഡ്ജ്, ലാഭമാണല്ലോ. 5 പൈസ കൊടുക്കാതെ കിട്ടിയ സാധനമല്ലേ. 5000 രൂപയ്ക്കോ 10000 രൂപയ്ക്കോ വിറ്റു പോയാൽ നിനക്കൊക്കെ ലാഭമല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ പിടിച്ച് കൂമ്പിനിടിക്കുകയാണ്. കയറെല്ലാവനും ജീപ്പിൽ കയറെല്ലാവനും സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറയാം. അപ്പോൾ അവർ പറയുന്നുണ്ട്, അയ്യോ സാറേ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്, ഞങ്ങളെങ്ങനെ കയറടാ, നിൻ്റെയൊക്കെ സ്ഥിരം പണിയല്ലേ, പല സ്ഥലത്തും ഇതുപോലെ കുറച്ച് നാൾ ചെയ്യും, അതിനുശേഷം നിങ്ങളൊക്കെ അവിടെ നിന്ന് മാറും, അതല്ലെങ്കിൽ നിൻ്റെയൊക്കെ സ്ഥിരം പണി, കയറടാ എന്ന് പറയാണ്. ആനെ പിടിച്ച് കയറ്റിക്കൊണ്ട് പോകുമ്പം ആ കൂട്ടത്തിൽ മഹേഷിനെയും അതുപോലെ സച്ചിയും പിടിച്ച് കയറ്റുക. അപ്പോൾ സച്ചി മഹേഷും പറയുന്നുണ്ട്, ഞങ്ങളിവിടെ ഈ സാധനം വാങ്ങാൻ വന്നതാ, ഈ ഓഫർ കണ്ടിട്ട് വന്നതാ, ഓഫർ കിട്ടുന്നതല്ലേ വാങ്ങിയേക്കാന്ന് വെച്ച് വന്നതാന്ന് പറയാം. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, ആഹാ കൊള്ളാമല്ലോ, കട്ട മുതൽ വാങ്ങാനും ആൾക്കാരുണ്ടോ, നീയൊക്കെ കള്ളന്മാരാണെന്ന് അറിയില്ലല്ലോ, ഏതായാലും സ്റ്റേഷനിൽ ചെന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. രണ്ടും വണ്ടി കയറാൻ പറഞ്ഞ് അവരെ പിടിച്ച് കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുപോയി ലോക്കപ്പിൽ ഇടുക കേട്ടോ ഈ കള്ളന്മാരുടെ കൂടെ തന്നെ. അപ്പോൾ സച്ചി പല പ്രാവശ്യം പറയുന്നുണ്ടേ, ഞങ്ങൾ തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾ സാധനം വാങ്ങാൻ കയറി, ഞങ്ങളെ വിട് സാറേ എന്ന് പറയുമ്പോൾ അവിടെ കിടക്കടാ നീയൊക്കെ, കുറച്ച് സമയം നീയൊക്കെ അവിടെ കിടക്ക് എന്നൊക്കെ പറഞ്ഞ് അവിടെ തന്നെ കിടത്തിയിരിക്കുക അപ്പോൾ സച്ചിയെ മഹേഷിനെ. ആ സമയത്താണ് കേട്ടോ ഈ പറ്റിക്കപ്പെട്ടവർ ഓരോരുത്തരും വന്നിട്ട് അവരുടെ മൊഴി കൊടുക്കുവാണ്.
അങ്ങനെ ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ കടയിൽ നിന്ന് ഇവർ സാധനം വാങ്ങിക്കൊണ്ട് പോയിട്ട് പണം തന്നില്ല, പറ്റിച്ചിട്ട് പോയി, ബ്ലാങ്ക് ചെക്ക് തന്നിട്ട് പോയെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് പോയി, ഒരുപാട് 5 ലക്ഷം രൂപയുടെ സാധനമാണ് ഇവർ വാങ്ങിക്കൊണ്ട് പോയത് എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്ക് ഇവന്മാർക്കൊരു കൂസലും ഇല്ലേ ഈ കള്ളന്മാർക്ക്. അപ്പോൾ സച്ചി ചോദിക്കേട്ടാ, നീയൊക്കെ മനുഷ്യനെ പറ്റിച്ച് ജീവിക്കുന്നവനല്ലേ, എന്നിട്ട് നീയൊക്കെ ഇതിൻ്റെ അകത്ത് കിടന്ന് സന്തോഷിക്കല്ലേ എന്നൊക്കെ ചോദിച്ച് ഒരുത്തണ്ട് ലോക്കപ്പിലിട്ട് തന്നെ സച്ചി ഓർണം പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അതേ നമ്മുടെ സുധി വരുന്നത്. സുധി വന്നിട്ട് SIയുടെ അടുത്തേക്ക് ചെല്ലുക, സാറേ ഇവന്മാർ തന്നെയാണ് ഇത് ചെയ്തതെന്ന് പറയാം. അപ്പോൾ സുധി വരുന്ന കണ്ട് മഹേഷും സച്ചി അങ്ങ് മൂലയിലോട്ട് മാറി നിൽക്കുക സുധി കാണാതെ. അപ്പോൾ സുധി ചെന്നിട്ട് SIയോട് വിവരങ്ങളെല്ലാം പറയാം. എൻ്റെ കടയിൽ വന്ന ഒരു ബൾക്ക് ഓർഡറുണ്ട്, 5 ലക്ഷം രൂപയുടെ ഓർഡർ എന്ന് പറഞ്ഞിട്ട് വാങ്ങി സാധനങ്ങളെല്ലാം കൊണ്ടുപോയി, എന്നിട്ട് കുറച്ച് പണം തന്നു, അത് മുഴുവൻ കള്ളനോട്ടായിരുന്നു, പറ്റിക്കായിരുന്നു ഇവന്മാർ. എനിക്ക് എത്രമാത്രം പണത്തിൻ്റെ കടമുണ്ടെന്ന് അറിയാവോ? ഞാനാണെങ്കിൽ ബാങ്കിൽ ലോൺ അടയ്ക്കണം, ലോൺ എടുത്തിട്ടാണ് ഇതൊക്കെ വാങ്ങി വെച്ച് ബിസിനസ് നടത്തുന്നത്. ആ പണം അടയ്ക്കാനില്ലാതെ ഞാൻ കഷ്ടപ്പെട്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് അടച്ചതെന്നറിയാവോ ആ ലോണ്? എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയാവോ എന്നൊക്കെ ഈ വിവരങ്ങളെല്ലാം അങ്ങ് പറയാണ്. അപ്പോഴാണ് സച്ചി ഇതെല്ലാം വീഡിയോ എടുക്കുക. ഇന്ന് സച്ചി പറയാണ് കേട്ടോ മഹേഷിനോട്, ഇവനെ പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ 5 ലക്ഷം രൂപയുടെ സാധനം ഇവൻ്റെ കടയിൽ നിന്നും വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. ആ 5 ലക്ഷത്തിൻ്റെ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഇവൻ രേവതിയുടെ സ്വർണ്ണം എടുത്തിട്ട് പോയി വിറ്റത്. ഇത് ചെന്ന് വീട്ടിൽ പറഞ്ഞെന്ന് സംഭവമാക്കണമല്ലോ. ഇപ്പം സത്യം തെളിവായിട്ട് വീഡിയോയും ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ മഹേഷും പറയാം, ശരിയാ കൊള്ളാം ഇവൻ എന്നൊക്കെ പറയാണ്. അത് കഴിഞ്ഞ് ഒരു പാർട്ടികൾ വരുമ്പോൾ അവർ പറയുന്നുണ്ട് കേട്ടോ, സച്ചി മഹേഷും കള്ളന്മാരല്ല, മറ്റവർ മാത്രമേ ഞങ്ങളെ പറ്റിച്ചിട്ടുള്ളൂ, ഇവർ ഞങ്ങളെ പറ്റിച്ചിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോൾ SI സച്ചിയോടും മഹേഷിനോടും പറയാം, നിങ്ങൾ പൊക്കോളാൻ പറയാണ്. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് മഹേഷിനെ ഇറക്കിയിട്ട് സച്ചി പറയുന്നുണ്ട്, ഞാൻ വീട്ടിലൊന്ന് ചെല്ലട്ടെ, ഈ കാര്യം ചോദിച്ചിട്ടേ ഉള്ളെന്ന് പറഞ്ഞ് ആ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞ് എല്ലാവരെയും വിളിച്ച് നിർത്തുകയാണ്. രവിയോട് പറയാം, എല്ലാവരെയും വിളിച്ച് നിർത്തുക എന്ന് പറയാണ്. എല്ലാവരെയും നിർത്തി ഇത് ചോദ്യം ചെയ്യുമ്പോഴേക്കും ഈ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം ഉടനെ തന്നെ രവി ചോദിക്കാം സുധിയോട്, സുധിക്കപ്പം ഇത്രയും കടമുണ്ടെന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞില്ല, 5 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായി, പിന്നെ എങ്ങനെയാണ് സുധി നീ 5 ലക്ഷം രൂപ ലാഭവിഹിതം എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ട് തന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുധി അവിടെ നിന്ന് ഉരുളുകയാണ്. അപ്പോഴേക്കും സുധി പറയാം, എനിക്ക് ലാഭം ഉണ്ടായിരുന്നു അതാന്ന് പറയുന്നത്. എങ്ങനെ ലാഭമുണ്ട്? നിൻ്റെ ഈ കടം ലോൺ എങ്ങനെ നീ വീട്ടിൽ നിന്നാണ് പറയുന്നത്? എങ്ങനെ ഈ 5 ലക്ഷം രൂപ ഇവിടെ കൊണ്ട് തന്നു എന്നിട്ട് ലാഭം എന്ന് പറഞ്ഞ്? അപ്പോഴേക്ക് ശ്രുതിക്ക് കാര്യം പിടികിട്ടുക. ശ്രുതി ചോദിക്കുക, ശ്രുതി എന്താ ഇത്? ശ്രുതി നീ എന്നോട് കള്ളം പറയായിരുന്നല്ലേ, നീ ഇങ്ങനെ പറ്റിക്കപ്പെട്ടെന്ന് നീ എന്നോട് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയാം, അത് ശ്രുതി ഞാനെങ്ങനെയാണ് നിന്നോട് പറയാൻ നീ എന്നെ കളിയാക്കില്ലേ, ഒരു കഴിവ് കെട്ടവനാണെന്ന് എന്നെ പറയില്ലേ, എപ്പോഴും നീ എന്നോട് പറയാറില്ലേ ബിസിനസ് ചെയ്യാൻ ഒരു കഴിവും ഇല്ലാത്തവനാന്ന്, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. അപ്പോഴേക്ക് ശ്രുതി പറയാം, വാടാ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ നീ നാണം കെടുത്തിയല്ലേ എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയാം, കണ്ടില്ലേ മനസ്സിലായില്ലേ അച്ഛാ, ഇപ്പം രേവതിയുടെ സ്വർണ്ണം എങ്ങനെയാണ് മുക്കുപണ്ടായെന്ന്? ഇവൻ അത് എടുത്തുകൊണ്ട് പോയി വിറ്റ് പണം എടുത്ത് ബാങ്കിൽ അടച്ചു, ബാക്കി പണം കൊണ്ടാ ഇവിടെ കൊണ്ട് തന്ന 5 ലക്ഷം രൂപ ലാഭവിഹിതം എന്ന് പറഞ്ഞത്. ഇപ്പം അച്ഛന് കാര്യം പിടികിട്ടിയോ എന്ന് ചോദിക്കുക. അപ്പോൾ സുധി പറയുകയാണേ, ഞാൻ എടുത്തിട്ടൊന്നുമില്ല, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാ പണം തന്ന് സഹായിച്ചതെന്ന് പറയാം. അപ്പോൾ രവി പറയാം, നിൻ്റെ ഏത് ഫ്രണ്ടാടാ നിനക്ക് 10 ലക്ഷം രൂപയൊക്കെ തന്ന് സഹായിക്കാനിരിക്കുന്നത്? വെറുതെ കിടന്ന് പറയില്ലേ മോനെ, വീണടുത്ത് കിടന്ന് ഉരുളരുതേന്ന് പറഞ്ഞ് രവി നല്ല ചീത്ത പറയാ. നീ അല്ലേ രേവതിയുടെ സ്വർണ്ണം എടുത്ത്? നിനക്ക് നാണയില്ലടാ, നിന്റെ ഭാര്യയുടെ സ്വർണ്ണം എടുത്ത് വിറ്റ് കടം വീട്ടാൻ മേലായിരുന്നോ? എന്തിനാ രേവതിയുടെ സ്വർണ്ണം എടുത്തത് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയാ, ശ്രുതി നീ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തി, നീ അല്ലേ ഇവളുടെ സ്വർണ്ണം എടുത്തത്, എന്നിട്ട് എന്നോടൊരു വാക്ക് പോലും നീ പറഞ്ഞില്ല, ഇത്രയും നഷ്ടം ബിസിനസ്സിലുണ്ടായിട്ട് നീ മിണ്ടിയില്ല, നീ ദുഷ്ടനാ എന്നൊക്കെ പറഞ്ഞ് കഴുത്തിനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ. അപ്പോഴേക്കും ചന്ദ്രയുടെ നേരെ നോക്കിയിട്ട് പറയാണ് രവി, ചന്ദ്രേ നീയും കൂടെ കൂടിയല്ലേ ഇവനെ സഹായിച്ചത്, നീ അറിയാതെ അലമാരയിലിരുന്ന സ്വർണ്ണം എടുത്ത് ഇവൻ വിൽക്കില്ല, ഇവൻ അത് വിറ്റ് പണം വാങ്ങുകയും ചെയ്തു, എന്നിട്ട് അതിന് പകരം മുക്കുകൊണ്ടോ എടുത്തുകൊണ്ട് വെച്ച്, നീ കൊള്ളാമല്ലോ ചന്ദ്ര എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയാ, അതിനിപ്പോൾ എന്താ, അത് ഇവളുടെ സ്വർണ്ണമൊന്നും അല്ലല്ലോ, അത് ശ്രുതിക്കൊരാവശ്യം വന്നപ്പോൾ എടുത്ത് വിറ്റു, ഇനിയിപ്പം ഇവള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നും അല്ലല്ലോ, നിങ്ങളും അമ്മയൊക്കെ കൊടുത്ത സ്വർണ്ണമല്ലേ. അപ്പോഴേക്കും ഉടനെ തന്നെ രവി പറയും, അവൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന, അല്ലെങ്കിൽ രേവതിക്ക് ഞങ്ങൾ കൊടുത്ത സ്വർണ്ണം രേവതിയുടെ സ്വർണ്ണം തന്നെയാണ്, അതെടുത്ത് എന്തും ചെയ്യാനുള്ള അവകാശം നിനക്കില്ല, ഇനി പണത്തിന് ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് രേവതി മോളോട് ചോദിച്ചു വാങ്ങാമായിരുന്നല്ലോ, പിന്നെ ഞാൻ അവളോട് ചോദിച്ച് കാല് പിടിച്ചരന്ന് വാങ്ങാൻ പോകില്ലേ, അതിനാരാ ഇവള് കെട്ടിലമ്മയോ? അപ്പോൾ രേവതി പറയാം, അമ്മേ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നേനെ, എൻ്റെ സ്വർണ്ണം ഞാൻ തന്നേനെ, പക്ഷേ അമ്മ എന്താ ചോദിക്കാതിരുന്നത്?
ചോദിക്കാതെ അത് വാങ്ങി വെച്ച് ആ മുക്കുപണ്ടം തന്ന് ഞങ്ങളെ കടയിലേക്ക് വിട്ടേന്തിനാ? അവിടെ ചെന്ന് ഞങ്ങൾ നാണം കെട്ടില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ചന്ദ്രയ്ക്ക്. ചന്ദ്ര പറയാ, ഓ നീ എന്നെ ചോദ്യം ചെയ്യാനായിട്ട് വരുവാണോ? എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ എടുക്കും കൊടുക്കും. നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നും അല്ലല്ലോ. കാൽ കാശിന് വകയില്ലാത്തവള് എന്നെ ചോദ്യം ചെയ്യുന്നോ? നിന്റെ പറട്ട സ്വർണം ദേ ഇവനെ എടുത്തോണ്ട് പോയി വിറ്റിട്ടാ. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ അറിയാതെ ദേ ഇവൻ കാരണം എനിക്ക് നാശമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞ് സുധിയുടെ നേരെ തിരിയാ ചന്ദ്ര. എന്നിട്ട് പറയാ, ഇവൻ എടുത്തോണ്ട് പോയി വിറ്റിട്ടാ. ഇല്ലെങ്കിൽ ഞാൻ നിന്റെ ഔദാര്യത്തിനൊന്നും നിൽക്കില്ലായിരുന്നു. അവള് കണ്ടില്ലേ ഒരു കൊടിച്ചിപ്പട്ടി, അവൾ എൻ്റെ നേരെ കൊരച്ച് ചാടുന്ന കണ്ടില്ലേ അവളുടെ കാശിന്റെ സ്വർണത്തിന്. അപ്പോഴേക്കും സച്ചിക്ക് അങ്ങ് ദേഷ്യം വരിക. സച്ചി പറയാ, എന്താ പറഞ്ഞമ്മേ? രേവതി എന്താ പറഞ്ഞേ? കുടിച്ചുപട്ടിന്നോ? അവളെ ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവളുടെ സ്വർണ്ണം എടുത്ത് മുക്കുമുണ്ടാക്കി വച്ച് ഞങ്ങളെ നാണം കെടുത്തിയതും പോരാ, ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നോ? രേവതി ഇനി ഒരു അനാവശ്യം അമ്മ പറഞ്ഞു പോകരുത്. അമ്മ ചെയ്തത് തെറ്റ് തന്നെയാ, കള്ളത്തരം തന്നെയാ. അപ്പൊ രവിയും പറയേ, ശരിയാ, നീ ചെയ്തത് തെറ്റാ ചന്ദ്രേ, അത് നീ സമ്മതിക്കണം. നീ നിന്റെ മൂത്ത മകനെ സപ്പോർട്ട് ചെയ്തു. നിനക്ക് സത്യം പറയായിരുന്നു, അവനെ വിലക്കായിരുന്നു. നീ എന്തിനാ അവനെ സപ്പോർട്ട് ചെയ്തത്? രേവതിയുടെ സ്വർണ്ണം എടുത്തിട്ട് സപ്പോർട്ട് ചെയ്തതും പോരാ, എന്നിട്ട് രേവതിയെ വീണ്ടും കുറ്റപ്പെടുത്തുന്നു. അപ്പോഴേക്കും ചന്ദ്രയുടെ മുഖമൊക്കെ അങ്ങ് ചുവന്ന് തുടുത്ത് ദേഷ്യം വന്ന് ഇങ്ങനെ നിൽക്കുക ചന്ദ്ര കേട്ടോ. അപ്പോൾ രേവതി പിന്നെയും പറയുന്നുണ്ട്, അതെ അമ്മേ, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അന്നേരേക്ക് ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നിട്ട് ചന്ദ്ര, അവിടെ കാശിന്റെ സ്വർണ്ണം എടുത്തെന്ന് പറഞ്ഞ് എന്നെ ചോദ്യം ചെയ്യാൻ വരാൻ നീ ആളായിട്ടില്ലടി രേവതി. അതുകൊണ്ട് ദേ കിടക്കുന്നത് നിന്റെ സ്വർണ്ണം എന്ന് പറഞ്ഞ് ചന്ദ്രയുടെ കൈ കിടന്ന് 2 കിടക്കുന്ന വളയെല്ലാം ഊരി രേവതിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് കയറിപ്പോയി റൂം അടയ്ക്കുകയാണ്. അപ്പോഴേക്ക് രവി പറയാ, ചന്ദ്രേ, നീ എന്തായി കാണിച്ചത്? രേവതിയുടെ മുഖത്തെറിയുന്നോ? സ്വർണത്തിന് എത്ര വിലയില്ലേ നിനക്ക്? നിന്റെ വളയും മാല എടുത്ത് ഒരു പട്ടിയുടെ മുഖത്തെറിയുന്ന പോലെ രേവതിയുടെ മുഖത്തേക്ക് എറിയുന്നോ? അവളുടെ സ്വർണ്ണം എടുത്തതും പോരാ, അവളെ എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കുന്നോ ചന്ദ്രേ? ഇനി നിന്നെപ്പോലൊരു ഭാര്യ എനിക്ക് വേണ്ട. നിന്നെപ്പോലെ ഒരെണ്ണത്തിനെ ഞാൻ സഹിക്കുകയില്ല. ഇനി ഒരു സംസാരവും എന്നോട് വേണ്ട എന്നൊക്കെ പറഞ്ഞ് രവി നല്ല ദേഷ്യപ്പെട്ട് ചന്ദ്രയെ പഞ്ഞിക്കിടുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്